ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു ചതിയിലൂടെ തന്നെ ആന്റണി സച്ചിയെ തകർത്തിരിക്കുകയാണല്ലേ. യാത്ര പറഞ്ഞ് പോകാനായിട്ട് വരുന്ന സച്ചിയോടായിട്ട് അനുവും ബാക്കിയുള്ളവരൊക്കെ മദ്യപിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട് ഡ്രൈവിംഗ് ടൈമിൽ താൻ മദ്യപിക്കാറില്ല, എപ്പോഴും നൈറ്റ് എപ്പോഴെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാമെന്നൊക്കെ പറയാനല്ലേ. എന്നാൽ അവിടെ പതിയൊന്ന് ചതി എന്താണെന്ന് ചോദിച്ചാൽ സച്ചി ബാറിലേക്ക് കയറി വരുന്ന അതേ സമയം തന്നെ ആന്റണി അവിടെ ഉണ്ടാവും. സച്ചി ബാറിലേക്ക് കയറി വരുന്നതും അനൂപിനോട് സംസാരിക്കുന്നത് മാത്രമല്ല, നേതാക്കന്മാർക്ക് മേടിച്ച കുപ്പിയുടെ അടപ്പ് സച്ചി പൊട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആന്റണി ഫോണിൽ പകർത്തുകയാണല്ലേ. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല, പലതവണകളായിട്ട് രേവതി ആന്റണിയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇറക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ട് സച്ചിയെ തകർക്കാനാകുമെന്ന് ആന്റണിക്ക് അറിയാം. അങ്ങനെ ആന്റണി ഓരോരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് നമ്മുടെ സച്ചിയെ ചതിക്കാൻ പാകത്തിന് എല്ലാവരും വിശ്വസിക്കുന്ന രീതിക്ക് തന്നെ വീഡിയോ ഇടുകയാണ്. പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലാവുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ രേവതി കാണുകയും രേവതിക്ക് ഭയങ്കര ഷോക്കിംഗ് ആവുകയും രേവതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് നമ്മുടെ സുധീരം കാര്യം അറിയാമല്ലോ, ഏത് സമയത്തും നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് വീട്ടിൽ വന്ന് വലിയൊരു സംഭവമാക്കുന്ന ഒരാളാണ് സുധിയും. അങ്ങനെ അവരുടെ കയ്യിൽ ഈ ഒരു വീഡിയോ കിട്ടുകയും വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛനെയും അമ്മയെയും ശ്രീകാന്തിനെയും എല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് ഈ ഒരു വീഡിയോ കാണിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് രവി ആകെ തകർന്നു പോവാണല്ലേ. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ആ ഒരു സമയത്ത് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു മകൻ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ, ഇവനെ ചീത്തയാക്കി നിങ്ങളുടെ അമ്മയും കൂടെ കൂടിയിട്ടാണ് ഇവൻ ഇതേ രീതിയിലാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിന് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രവിക്ക് സച്ചിയോടുള്ള ദേഷ്യം കൂടി വരികയാണ്. കാരണം രവിയുടെ മനസ്സിൽ സച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യില്ല, ന്യായത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവനാണ് സച്ചി. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ രവി പോലും സംശയിച്ചുവെങ്കിൽ ആന്റണി അതേ രീതിയിൽ കൃത്യമായി തന്നെ ഇതിൽ മർമ്മസ്ഥാനം നോക്കിയാണ് പണിതേക്കുന്നത് അല്ലേ. അപ്പോൾ സച്ചിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതി വരുന്നത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്ര രേവതിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നേരത്തെ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും രാത്രി സമയങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ കല്യാണം കഴിച്ചത് കൂടിയിട്ടാണ് ഡ്രൈവിംഗ് ടൈമിൽ അവൻ മദ്യപിച്ചു തുടങ്ങിയത്, നീയാണ് അവനെ ചീത്തയാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രേവതി ആദ്യമൊക്കെ എതിർത്ത് സംസാരിക്കുമെങ്കിലും പിന്നീട് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും എല്ലാവരും കൂടി നല്ല രീതിയിൽ തന്നെ രേവതിനെ കുറ്റപ്പെടുത്തുകയാണ്. രേവതി മൊത്തത്തിൽ ആകെ അങ്ങ് തകർന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിനോടായിട്ട് ഇങ്ങനെ ശ്രുതി കുറ്റപ്പെടുത്തുന്ന രീതിക്ക് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെട്ട് ചെല്ലുന്ന സമയത്ത് രവി വേഗം സച്ചിനെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അത് ശരിക്കും സച്ചിക്ക് വലിയൊരു ഷോക്ക് തന്നെ ആവുകയാണ്. വളരെയധികം സങ്കടത്തോട് തന്നെയാണ് സച്ചി കാർ സ്റ്റാൻഡിലേക്കായിട്ട് ചെല്ലുന്നത്. കാർ സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം മഹേഷിനോട് കൂട്ടരോടായിട്ട് തന്നെ അച്ഛൻ തല്ലം കൈയോങ്ങി രേവതി തന്നെ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല ആ ഒരു വീഡിയോ മൂലം രേവതി തനിക്കായി മേടിച്ചു തന്നിരുന്ന കാറും തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മഹേഷ് രേവതിയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ രേവതി മഹേഷ് പറഞ്ഞ് കേൾക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നില്ല. കാരണം സച്ചിയെ സപ്പോർട്ട് ചെയ്താണ് മഹേഷ് എപ്പോഴും സംസാരിക്കുന്നത്. മഹേഷിന്റെ സംസാരത്തിന്റെ അവസാനം രേവതിക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കുകയാണ്. എന്നിരുന്നാലും ആ ഒരു വീഡിയോ ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്താണ് സത്യാവസ്ഥ എന്നറിയാനായിട്ട് രേവതി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് രേവതി ബാറിലേക്കായിട്ട് ചെന്നതിന് ശേഷം അവിടുത്തെ ഓണറുമായിട്ട് സംസാരിച്ച് CCTV ദൃശ്യം കാണുന്നത്. അത് കാണുന്ന സമയത്താണ് രേവതിക്ക് സത്യാവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. മാത്രമല്ല ആന്റണിയാണ് ഈ ഒരു വീഡിയോ പിടിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്ക് മനസ്സിലാകുന്നുണ്ട്. രേവതി ഉടനെ തന്നെ ശ്രീകാന്തിനെ വിളിച്ച് പറയുകയും ശ്രീകാന്ത് വേഗം തന്നെ സച്ചിയുടെ അടുത്ത് എന്നതിന് ശേഷം സച്ചിയോട് ഒരുപാട് സ്നേഹത്തോട് തന്നെ സംസാരിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും തൻ്റെ നിരപരാധിത്വം തൻ്റെ അനിയനെ മനസ്സിലായി എന്നുള്ള കാര്യം സച്ചിക്ക് ബോധ്യമാവുന്നുണ്ട്. ആ ഒരു സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വന്നതിന് ശേഷം സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ സച്ചിയേട്ടന് മോശമായിട്ട് പെരുമാറി, എന്നോട് ക്ഷമിക്ക് സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഒരുപാട് കരയുന്നൊക്കെയുണ്ട്. അപ്പം അത്രയും നേരം തൻ്റെ ഉള്ളിൽ മൂടിക്കെട്ടിരുന്ന സങ്കടങ്ങളെല്ലാം തന്നെ ആ ഒരു നിമിഷം സച്ചിയിൽ ഇല്ലാതാവാൻ കേട്ടോ. ആ ഒരു സമയത്ത് ശ്രീകാന്താണ് പറയുന്നത് ഏട്ടൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി രേവതി ചേച്ചി നേരിട്ട് തന്നെ ബാറിൽ പോയിട്ട് അവിടുത്തെ CCTV ക്യാമറ കണ്ട് അവിടുത്തെ CCTV ക്യാമറ ദൃശ്യം പരിശോധിച്ചു. സച്ചിനോട് ഇതേ ഒരു ചതി ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ശ്രീകാന്ത് പറയുന്ന സമയത്ത് ആരെന്നോട് ആ ചതി ചെയ്തതെന്ന് സച്ചി ഭയങ്കര ദേഷ്യത്തോടും ആകാംക്ഷയോടും കൂടി തന്നെ ചോദിക്കാൻ കേട്ടോ. ഇതൊന്നും നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വീഡിയോയിൽ കൃത്യമായി തന്നെ ആന്റണി ആ ഒരു വീഡിയോ പകർത്തുന്ന ദൃശ്യം കാണുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം കൂടി വരികയാണ്. എന്നിരുന്നാലും തന്നെ നിരപരാധിത്വം രേവതി മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് സച്ചി ഉള്ളത്. അതിനുശേഷം രേവതിയായി തന്നെ പറയുകയാണ് സച്ചിയുടെ വീഡിയോ ഇറങ്ങിയതുപോലെ തന്നെ സച്ചിയുടെ നിരപരാധിത്വവും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും അറിയണം. അതുകൊണ്ട് തന്നെ സച്ചിനായി തന്നെ ഈ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ സച്ചിയായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയും പിന്നാലെ തന്നെ ഈ CCTV ക്യാമറയൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ നിരപരാധിത്വം രേവതിയായി കണ്ടുപിടിക്കാൻ മാത്രമല്ല എല്ലാവർക്കും മുന്നിൽ തെളിവോട് കൂടി തന്നെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.